സംസ്ഥാനത്ത് മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അടക്കം സർക്കാരിനെതിരായ വിമർശനങ്ങൾ നീക്കം ചെയ്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്രഖ്യാപിത സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് എന്ന് പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിനെതിരെ വസ്തുതകൾ മുൻനിർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതിന് പിന്നാലെയാണ് വാർത്തകൾ മെറ്റ നീക്കം ചെയ്തത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നുകയറുന്ന UDF സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും രംഗത്തെത്തി. അടിയന്തരാവസ്ഥക്കാലം പോലെ അധികാരത്തിന്റെ മർക്കടമുഷ്ടി ഉപയോഗിച്ച് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രിയും UDFും ശ്രമിക്കുന്നതെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയത്. സർക്കാരിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും പുറത്തുവരാതിരിക്കാനാണ് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നും P. രാജീവ് വിമർശിച്ചു. മുഖ്യമന്ത്രി രാഷ്ട്രീയ ഭീരുവായി മാറിയെന്ന് മുൻമന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു വാർത്തയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ വാർത്ത 10,000 ഉറക്കെ വിളിച്ചു പറയുമെന്ന് മുൻമന്ത്രി വീണ ജോർജും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് DYFIയും മുന്നറിയിപ്പ് നൽകി. സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് യുവജന സംഘടനകൾ തയ്യാറെടുക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.